നമസ്കാരം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പാക് പട്ടാളത്തിന് ചുട്ട മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ബുധനാഴ്ച പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനമില്ലാതെ വെടിയുതിർത്തതായി സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. ജമ്മു ജില്ലയിലെ അക്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് കൃഷ്ണഘാട്ടി സെക്ടറിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 10 മുതൽ 15 റൗണ്ട് വെടിയായിരുന്നു പാകിസ്ഥാൻ ഉതിർത്തത്. പ്രത്യാക്രമണം തുടങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. നാശനഷ്ടത്തിന്റെ വിവരം പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തുടർന്നും വെടിനിർത്തൽ കരാർ ലംഘിക്കാനാണ് സാധ്യത. ഇതേ തുടർന്ന് അതിർത്തിയിൽ അതീവ ജാഗ്രത ഇന്ത്യൻ സൈന്യം പുലർത്തുന്നുണ്ട്. 2021 ഫെബ്രുവരിയിലെ ധാരണയ്ക്ക് ശേഷം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് പട്ടാളം നടത്തുന്ന 4ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ ദിവസം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാൻ ഡ്രോൺ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു. ബോർഡർ ആക്ഷൻ ടീം എന്ന വിഭാഗമാണ് ഇടയ്ക്കിടെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളും അതിർത്തിയിലെ പൗരന്മാരും ചേർന്നുള്ള അട്ടിമറി സംഘമാണ് ബോർഡർ ആക്ഷൻ ടീം അഥവാ ബാറ്റ് ടീം. അതിർത്തി കടന്ന് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ തകർക്കുക, നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടുക തുടങ്ങിയവയാണ് ഇവരുടെ ലക്ഷ്യം. വെടിനിർത്തൽ കരാറിന് ശേഷം ഈ ടീം കാര്യമായി പ്രകോപനം ഉണ്ടാക്കിയിരുന്നില്ല. 2021 മുൻപ് പാകിസ്ഥാൻ അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമായിരുന്നു. പ്രകോപനം തുടർന്നതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായി 2021 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി ധാരണയിലെത്തുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷവും അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇനിയും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.